ഞാനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പർ ബാഡൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കലാസന്ധ്യയിലെ ഏറ്റവും മനോഹരമായ വിരുന്ന് പൊതുസമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജ് തന്നെയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനത് സംഭവിക്കുന്നു, ഞാനത് സമ്മതിച്ചു, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു കലാഹൃദയം ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വളർച്ചയിലെ സുപ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തെ അറിഞ്ഞിരുന്നവരും സ്നേഹിച്ചിരുന്നവരും ഇത്തരം കാര്യങ്ങളോട് താല്പര്യം ജനിച്ചിരുന്നവരാണ് കൂടുതലും ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേരളം മുഴുവനും ലോകം മുഴുവനും ഈ തിരുത്തലോടുകൂടി അദ്ദേഹത്തെ നല്ല നിലയിൽ ശ്രദ്ധിക്കാനും ഇത്തരം കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നവരെ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെന്റിനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും തോന്നിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു അനൗൺസ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തോട് സംസാരിക്കണം. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളുടെയും കൂടി ഭാഗമാണ്. അധിഷ്ഠിത വർഗത്തിന്റെയും പഴയകാല അനുഭവങ്ങളെല്ലാം നവോത്ഥാന നായകന്മാരെ കാലഘട്ടത്തിനനുസരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനാക്കി മാറ്റിയത്. അത് എത്രയോ മനോഹരമായി അദ്ദേഹം പൂർത്തീകരിക്കുന്നു എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി വലിയ ഒന്നുമില്ല. അദ്ദേഹം പൂർണ്ണനാണെന്ന് അദ്ദേഹം സമ്മതിക്കലല്ല, എൻ്റെ ഉള്ള അപൂർണത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സമൂഹ മധ്യത്തിൽ തുറന്നു പറഞ്ഞതോടുകൂടി ലോകം മുഴുവൻ അദ്ദേഹത്തോടൊപ്പമായി. തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാം. അദ്ദേഹത്തിന്റെയും അത്തരം കാര്യങ്ങളിലുള്ള കലാസ്നേഹികളെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും സാമ്പത്തിക രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്തോട്ട് ഒരു സമൂഹത്തിന്റെ കൂട്ടായ സംസ്കാരത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും റാപ്പർ ബാഡൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കലാസന്ധ്യയോടുകൂടി കേരളം വീണ്ടും ഒരു പുതുമുഖത്തിൽ തുറക്കുന്ന സ്ഥിതിയായിരിക്കും കാണാൻ കഴിയുന്നത്. എന്തോ അല്ല, അതിന് സംശയമില്ലല്ലോ. ആൾക്കാർക്കൊപ്പമല്ല സർക്കാർ നിൽക്കേണ്ടത്. ജനങ്ങള് എന്താഗ്രഹിക്കുന്നു, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായ സമീപനം സ്വീകരിക്കലാണല്ലോ ഒരു സർക്കാരിന്റെ ആവശ്യം. ഞാനും നിരീക്ഷിച്ചു എത്രയോ ആൾക്കാരുടെ എല്ലാ ചാനലുകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, എല്ലാ പത്രങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. അതെല്ലാം കണ്ട കാഴ്ച സമൂഹത്തിന്റെ വിവിധ ദുർബലങ്ങളുള്ളവര്, വിവിധ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവര്, മതമേലധ്യക്ഷന്മാര് ഒക്കെ ഇതിനോട് കാണിച്ചിട്ടുള്ള അനുഭവപൂർവമായ ഒരു നടപടിയാണ്. അപ്പൊ ഇത് സമൂഹത്തിനൊരു തിരുത്തലാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സത്യത്തിൽ ഇത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ടതാണെന്നൊരു ബോധ്യം ഭാവിയിൽ ഉയരാനും ഇത് സാഹചര്യം ഒരുക്കും. അതല്ല, അതൊക്കെ ഡിപ്പാർട്ട്മെന്റിനായിട്ടുള്ള കാര്യങ്ങള്. കേസിന്റെ കാര്യങ്ങൾ ആ വഴി തന്നെ ഉണ്ടാവുമല്ലോ. കേസിനപ്പുറമാണല്ലോ. ഇപ്പൊ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഡിസ്കഷൻസ് നടത്തി തീർത്താൽ കോടതി എതിർക്കാനില്ലല്ലോ. ബഹുജനങ്ങളുടെയും സാധാരണക്കാരുടെ അക്സെപ്റ്റൻസ് ആണല്ലോ നോക്കുന്നത്. ആ അക്സെപ്റ്റൻസ് കിട്ടാൻ കാരണമായത് വേടൻ നടത്തിയ പ്രസ്താവനയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനത് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനത്തോടും സമൂഹത്തോടും പറഞ്ഞാൽ അതിൽ കൂടി വലിയ തിരുത്തലെന്നുണ്ട്. അതുകൊണ്ട് അതിലാണ് അതിന്റെ ഏറ്റവും വലിയ സത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാനുള്ള ജിജ്ഞാസയാണ് എനിക്കുള്ളത്. അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ. നമ്മൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കിടകൊടുക്കട്ടെ. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഈ മെസ്സേജ് വലിയൊരു പാഠമായി തീരും. അതുകൊണ്ട് തന്നെ ഇത് ഇടുക്കിയിൽ വെച്ച് നടക്കുന്നതിലുള്ള സംതൃപ്തി എനിക്കുണ്ട്.